മാസപ്പടി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കരണക്കുറ്റിക്ക് 2 കിട്ടി കുഴല് പുറത്തിറങ്ങിയതിനു പിന്നാലെ കോടതിക്കകത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുന്നു സുപ്രീം കോടതിയിൽ നിന്നും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമം, ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചിരിക്കുകയാണ് അഭിഭാഷകൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കയ്യേറ്റ ശ്രമം, അതും ഒരു അഭിഭാഷകൻ ആരെന്നാണ് അറിയാനുള്ളത്. ഒരു കണ്ണാടിയും വെച്ച് മുടി സൈഡിലോട്ട് ചരിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് നടക്കുന്ന കേരളത്തിലുള്ള ഒരു പൊട്ട വക്കീലാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. കാര്യം അങ്ങാടി തോറ്റാൽ പിന്നെ അമ്മയുടെ നെഞ്ചത്തെന്നാണല്ലോ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഇവിടെ നിന്നൊരു മുതല് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റും പിടിച്ച് സുപ്രീം കോടതി ചെന്നിരുന്നു. സുപ്രീം കോടതി ഹർജി എടുത്ത് നോക്കിയിട്ട് ആദ്യത്തെ ചോദ്യം, എവിടെയാണ് അയവ LLB പഠിച്ചത് എന്ന ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. കാര്യം ഹർജിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നേരത്തെ 2 കോടതികൾ, തിരുവനന്തപുരം വിജിലൻസ് കോടതി, പിന്നാലെ ഹൈക്കോടതികൾ തള്ളിയ ഒരു കേസുമായിട്ട് വീണ്ടും പുതിയ കഥകൾ എഴുതി പിടിപ്പിച്ച് അവിടെ കൊണ്ടു ചെന്നു. വായിച്ചു നോക്കിയിട്ട് തെളിവില്ല, ഒരു പൊത്തയില്ല. ഏതാ ഈ ഹർജി എന്ന അഭിഭാഷകൻ വെട്ട സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു വ്യക്തി നേരെ കയറിന്നിട്ട്, യുവർ ഓണർ, ഐ ആം ദ സൂപ്പർ അഡ്വക്കേറ്റ്, ഇറങ്ങടാ വെളിയിൽ എന്നാണ് ആദ്യത്തെ. 10 ലക്ഷം രൂപ നിനക്ക് പിഴ ചുമത്തട്ടാണ്. കാര്യം കോടതിയുടെ സമയം നിനക്ക് ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ കാണിക്കാനുള്ള ഇടമല്ല. രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി കോടതികളെ മേല ഉപയോഗിക്കുകയും ചെയ്യരുത് എന്ന രീതിയിൽ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് പിന്നാലെയാണ് ജഡ്ജിക്ക് നേരെ ഷൂ എറി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആരായിരിക്കും? നമ്മുടെ നാട്ടിൽ വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ചില സൂപ്പർ അഭിഭാഷകർ കോൺഗ്രസ്സുകാർക്കുണ്ട്. ആ അഭിഭാഷകരെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ ചെന്ന് ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ പറയുക, ആ ഹർജി എടുത്ത് തോട്ടി എറിയുക, ജഡ്ജിക്ക് നേരെ അക്രമമായി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ആരെയാണ് സംശയിക്കേണ്ടി വരിക? ഇത്രയും വലിയ തിരിച്ചടി കേരളത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ, എന്നെ ഈ ജഡ്ജി നാണം കെടുത്തുകയല്ലേ ചെയ്തത്, അയാൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന നിലയ്ക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും സാധ്യത കേരളത്തിൽ നിന്ന് ഒരു മാസപ്പടി കേസുമായിട്ട് പോയ അഡ്വക്കേറ്റിന്റെ റിലേ തെറ്റി ചെയ്യാനാണ് സാധ്യത. എന്തായാലും കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചടി കിട്ടുന്ന, ഇത്രമാത്രം നാണം കെട്ടു പോകുന്ന വേറൊരു അഭിഭാഷകൻ കേരളത്തിന്റെ ചരിത്രത്തിലില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇതുവരെ സ്വന്തം ആയുസിൽ തനിക്ക് വലിയ ലീഗൽ ഓഫീസൊക്കെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കേസ് വിജയിച്ചതായിട്ട് കേരളം കേട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ജഡ്ജിമാരുടെ കുഴപ്പമെന്നാണ് നാട്ടുകാരോട് പറയുന്നത്. ജഡ്ജി എല്ലാം പിണറായിയുടെ ആളാണ്. സുപ്രീം കോടതി ഇരിക്കുന്ന ജഡ്ജിയെ പിണറായി വെച്ചിരിക്കുന്ന ജഡ്ജിയാണെന്ന് വേണമെങ്കിൽ ഇനി പറഞ്ഞുകൊണ്ട് നടന്നാൽ മണ്ടപോയ കോൺഗ്രസ്സുകാരും ലീഗുകാരും കുറച്ച് സംഘികളും കണ്ണടച്ച് വിശ്വസിക്കും. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്നുണ്ടായ ആ സംഭവവികാസം കേരളത്തിൽ നിന്നുള്ള ഒരാളാണോ എന്നുള്ള സംശയം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്.